ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 1 kg റെയിൻബോ കേക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1 കപ്പ് മൈദ, 250 ml കപ്പിൻ്റെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അരിച്ചെടുക്കുക. അടുത്ത് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിലേക്കായിട്ട് 4 മുട്ട എടുക്കുക. തലേദിവസം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. നമ്മളെടുക്കുന്ന ബൗളാണെങ്കിൽ ഒന്നും നനവോ ഈർപ്പോ ഒന്നും പാടില്ല, ശ്രദ്ധിക്കണം കേട്ടോ. മുട്ടയിലാണെങ്കിലും നനവോ ഈർപ്പോ ഒന്നും പാടില്ല. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ലതായിട്ട് ബീറ്റായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. വാനില എസൻസ് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിയല്ല, പഞ്ചസാര എടുക്കുക. അതിനെ പൊടിക്കുമ്പോഴത്തേനും 1 കപ്പ് ആവും. 1 കപ്പ് പഞ്ചസാര എടുത്താൽ ഭയങ്കര മധുരമായി പോകും കേക്ക്, അത് ശ്രദ്ധിക്കണം. 1/4 കപ്പ് പഞ്ചസാര എടുക്കുക. അതിനെ പൗഡർ ആക്കിയിട്ട് ആ പൗഡർ ഈ മുട്ടയിലേക്ക് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. അത് റിബൺ ടെക്സ്ചർ ആയതിനു ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ പിന്നെ ഒരുപാട് മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്താൽ ഫ്ലഫി ആയിട്ടിരിക്കുന്ന ബാറ്റർ താഴ്ന്നു പോകും. അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1-ൽ ഇട്ടിട്ട് ജസ്റ്റ് ഒരു 10-20 സെക്കൻഡ്സ് അടിച്ചിട്ട് പിന്നെ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ബീറ്റിട്ട് അടിക്കരുത്, കേക്ക് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ ബാറ്റർ കുറച്ചും കൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പാൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1 kg ആയതുകൊണ്ട് 6 ലെയർ വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഓരോ ലെയറും തിന്നായിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഹൈറ്റ് ഓരോ ലെയറിന് വേണമെന്നുണ്ടെങ്കിൽ 6 ലെയറിന് പകരം 5 ലെയർ എടുക്കാം. 1 kg ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന മോൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 ഇഞ്ചിൻ്റെ പാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം 5.5 6 ഇഞ്ചിൻ്റെ പാനോ എടുക്കുകയാണെങ്കിൽ പിന്നെയും ഹൈറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 7 ഇഞ്ചും 6 ലെയറും എടുക്കുന്നത് കൊണ്ട് തിൻ ലെയേഴ്സായിട്ടാണ് ഓരോന്നും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്ററിനെ 6ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. 6 ഗ്ലാസ്സിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് 5 ഗ്ലാസ് മാറ്റി അടച്ച് വയ്ക്കാം. നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്തിട്ട് ആ ബാറ്ററിലേക്ക് 1/2 ടീസ്പൂൺ പാലും ആവശ്യത്തിനുള്ള കളറും ചേർത്തിട്ട് പിന്നെ വിനീഗർ, ഒരു 1/4 ടീസ്പൂൺ വിനീഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മോൾഡിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലും തേച്ചിട്ട് അതിലേക്ക് മൈദപ്പൊടി തൂവിയിട്ട് എക്സസ് ആയിട്ടുള്ള കളഞ്ഞു വെച്ച ആ മോൾഡിലേക്ക് ഇതൊഴിക്കുക. എന്നിട്ട് 5 to 10 മിനിറ്റ്സ് മതിയാവും. ഇത് സിമ്മിലിട്ടാൽ മതി സെറ്റ് ആവാനായിട്ട്. അങ്ങനെ 6 കളേഴ്സും ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ലെയർ ചെയ്യാനായിട്ട് തുടങ്ങാം. അത് തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് സ്റ്റിഫാകുമ്പോൾ വരെ അടിക്കുക. ഫസ്റ്റ് 1-ൽ ഇട്ടിട്ട് ഒരു ലെയർ ഇങ്ങനെ കാണുമ്പോൾ 2ലേക്ക് ബീറ്റ് ചെയ്യുക. അടുത്ത ലെയറും കൂടി കുറച്ചും കൂടി ലെയറായിട്ട് വരുമ്പോഴത്തേനും 3ലേക്ക് ഇടുക. അങ്ങനെ ഒരു 4 വരെ മാക്സിമം മതിയാവും. ചിലരുടെ ബീറ്റർ അനുസരിച്ച് ചിലപ്പോൾ 5 അല്ലെങ്കിൽ 3 മതിയാവും. അപ്പോൾ നന്നായിട്ട് സ്റ്റിഫാകുമ്പോൾ വരെ ബീറ്റ് ചെയ്യുക. അടുത്തത് നമുക്ക് ലെയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള വയലറ്റ് കളർ വെക്കുക. എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുക. ഷുഗർ സിറപ്പിലേക്ക് 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളം, 1 നുള്ളു ഉപ്പ്, ഇത്രയും നന്നായിട്ട് തിളപ്പിക്കുക. ഇത്രയും നന്നായിട്ട് തിളപ്പിച്ച് അത് തണുക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക. ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് സോക്ക് ചെയ്യുക. ഒരുപാട് ആവരുത്, എന്നാൽ നന്നായിട്ട് മുകൾ ഭാഗം നമുക്ക് കാണുമല്ലോ, ഫുൾ നനവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം തേക്കുക. ഒരുപാട് വിപ്പിംഗ് ക്രീം ആകരുത്, കാരണം നമ്മുടെ കേക്ക് തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം തേക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വയലറ്റ് കളർ ഇതാണല്ലോ, സ്പോഞ്ചാണല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ബ്ലൂബെറി ക്രഷാണ് ചേർക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് ലെയർ വയ്ക്കുക. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ വയ്ക്കുന്നത് ബ്ലൂ കളറാണ്. സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. ഷുഗർ സിറപ്പ് ഒഴിക്കുക, വിപ്പിംഗ് ക്രീം തേക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇടുന്നത്, പല കളേഴ്സിലുള്ള ടൂട്ടി ഫ്രൂട്ടി. നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്സ് ചേർക്കാം. വൈറ്റ് കളർ ചോക്കോ ചിപ്സ് വാങ്ങാൻ കിട്ടും, അത് ചേർക്കാം. അതും അല്ലെങ്കിൽ വൈറ്റ് ഗനാഷ ഒഴിക്കാം. അതല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിടാം. അങ്ങനെ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ്, ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയാവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടാണ് ഈ ലെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് തേർഡ് ലെയർ വയ്ക്കുക. തേർഡ് ലെയർ ഗ്രീൻ കളറാണ് ഞാൻ വെക്കുന്നത്. അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കുക, വിപ്പിംഗ് ക്രീം തേക്കുക. ഇതിലേക്ക് ചേർക്കുന്നത് ഗ്രീൻ ആപ്പിളിൻ്റെ ക്രഷാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ആപ്പിളിൻ്റെ ക്രഷും കൂടി നന്നായിട്ട് തേച്ച് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക അതിലേക്ക്. എന്നിട്ട് 4th ലെയർ വയ്ക്കുക.
ഫോർത്ത് ലെയറായിട്ട് യെല്ലോ കളറാണ് വെക്കുന്നത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഷുഗർ സിറപ്പ് ഒഴിക്കുക, വിപ്പിംഗ് ക്രീം തേക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാംഗോയുടെ ക്രഷ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മാംഗോയുടെ ക്രഷ് ചേർത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഫിഫ്ത്ത് ലെയർ വെക്കുക. ഫിഫ്ത്ത് ലെയറായിട്ട് ഓറഞ്ച് കളറാണ് വെക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ്. ഷുഗർ സിറപ്പ് ഒഴിക്കുക, വിപ്പിംഗ് ക്രീം തേക്കുക, അതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ക്രഷാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ലെയറായിട്ടുള്ള റെഡ് കളർ വെക്കുക. അതിൽ ഷുഗർ സിറപ്പ് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് അതിനെ ക്രം കോട്ട് ചെയ്യുക. മൊത്തത്തിൽ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 4 to 5 hours ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ കോട്ടിങ് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം ഇടുമ്പോൾ നന്നായിട്ട് ഇടണം. കാരണം നമ്മൾ അതിനിങ്ങനെ ഫിനിഷാക്കി വരും തോറും അതിൻ്റെ വിപ്പിംഗ് ക്രീം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യമേ കുറച്ചിടാണ്ട് നന്നായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് തന്നെ ഫിനിഷ് ചെയ്യുക. ഞാൻ ഈ പഴയ ATM കാർഡും അങ്ങനത്തെയൊക്കെ വെച്ചിട്ടൊക്കെ ഈ സൈഡൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാറ്. പിന്നെ അതിനെ ഒന്ന് ഈ സ്പാച്ചിലേനെ ആണെങ്കിൽ ഒന്ന് വെള്ളത്തിൽ മുക്കി ഒന്ന് തുടയ്ക്കരുത്, വെള്ളത്തിൽ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ കുടഞ്ഞിട്ട് അധികം അതിലിത്തിരി നനവ് ഉണ്ടാവണം. ആ രീതിയിൽ ഇതിനൊന്ന് ഇങ്ങനെ സ്മൂത്താക്കി എടുക്കുമ്പോൾ നല്ലതായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫൈനൽ കോട്ടും കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിപ്പോൾ റെയിൻബോ കേക്കാണല്ലോ, അതുകൊണ്ട് റെയിൻബോയുടെ ഡിസൈനാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് റെയിൻബോ ചെയ്യുവാണ്. ഒരു 6 ബൗൾ എടുക്കുക. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലേക്ക് 6 കളേഴ്സ് ഓരോന്നിനും ചേർത്തിട്ട് ഓരോരോ പൈപ്പിംഗ് ബാഗിലാക്കുക. എന്നിട്ട് സ്റ്റാർ വെച്ചിട്ട് കേക്കിൻ്റെ ഒരു ഹാഫ് പോർഷൻ റെയിൻബോ പോലെ ചെയ്തെടുക്കുക. എന്നിട്ട് മേഘത്തിന് 0 നോസിൽ വെച്ചിട്ട് ഒരു 2-3 ബോൾസ് പോലെ ചെയ്യുമ്പോഴത്തേന് മേഘമാവും. പിന്നെ താഴെ എൻ്റെ ബോർഡറിൽ ഞാൻ ചെറിയ ഡോട്ടിട്ട് പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇതൊരു 17 വയസ്സായ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മോൻ്റെ പേര് എഴുതിയിട്ട് ഞാൻ 17 ക്യാൻഡിലും കൊടുക്കുന്നുണ്ട്. 17ൻ്റെ ക്യാൻഡിലും കൊടുക്കുന്നുണ്ട്. പിന്നെ നൈഫും കൊടുക്കും. നിങ്ങൾ വിൽക്കുന്നവരാണെങ്കിൽ നൈഫ് മസ്റ്റായിട്ടും കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ റെയിൻബോ കേക്ക്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കപ്പായി തീക്കണം, കമൻറ്റ് തീക്കണം, ഷെയർ തീക്കണം.